ഹായ് ഗൈസ്, ഇവർ 5 പേരാണ് കോളേജിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിലൊരുത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. കേക്ക് കണ്ടിട്ട് യാതൊരു ഭാവവ്യത്യാസം ഇല്ലാതെ നിൽക്കുന്ന ഇവളാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ. ഞങ്ങൾക്ക് ഇത് കോളേജിലെ ലാസ്റ്റ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇനിയൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ചെറിയ രീതിക്കെങ്കിലും ആഘോഷിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ കേക്ക് മുറിക്കൽ ചടങ്ങ് നടത്തി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2-3 ചോക്ലേറ്റ് മോഷ്ടാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് ശ്രദ്ധിച്ചപ്പോഴേക്കും ചോക്ലേറ്റ് തീർന്നു. അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ കേക്കായിരുന്നു അത്. പക്ഷേ ആ മൊമെൻറ്റ് പ്രൈസ്ലെസ് ആയിരുന്നു. ഇനി ലച്ചുവിൻ്റെ വക 2 വാക്കുകൾ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ പാരാദുരിതങ്ങൾ പറയാൻ പോകും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ കിട്ടുന്നത്. എൻ്റെ ഓർമ്മയില്ല കേട്ടോ. ഞങ്ങളുടെ ഓർമ്മയില്ല, അല്ല എൻ്റെ ഓർമ്മയില്ല. ഞാൻ വേറെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ലച്ചിപ്പോൾ കരയും. എന്നെ കണ്ണിന്ന് വേണ്ട ആ കരയത്തില്ല. ഞാൻ ഇവള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എക്സ്ട്രോവേർട്ടായിട്ടുള്ള, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എന്ത് കാര്യത്തിനും മുമ്പിൽ തന്നെ ഇവളുണ്ട്. അതുകൊണ്ട് ഇവള് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര താമസിച്ചായാലും ഈ പരിപാടി ചെയ്യാമെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ചെറുതായിരുന്നെങ്കിലും നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് കത്തിയിലെ ക്രീം എടുത്ത് കഴിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരുത്തി ആ കേക്ക് കൊണ്ടുവന്ന പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നു. അതിലോട്ട് ഫോക്കസ് ചെയ്യൂ, എന്നിട്ട് ആ മുഖത്തോട്ട് കാണിക്കും. അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. ബർത്ത്ഡേ ഗേൾ ഞങ്ങൾക്ക് ബിങ്കോയൊക്കെ വാങ്ങിച്ചു തന്നു. അവൾക്ക് ട്രീറ്റ് കൊടുക്കാൻ വന്നിട്ട് അവളെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ വീട്ടിൽ പോകാൻ ബസ്സിന് വെയിറ്റിംഗ് ആയിരുന്നു. കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 2 ചെറിയിൽ കേക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനവർ പരസ്പരം നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് വണ്ടി കയറി വീട്ടിൽ പോയി.